ഹലോ. ഇന്ന് നമുക്കൊരു ചെരുപ്പുമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പഴയെന്ന് പറയാൻ പറ്റില്ല, അധികം പഴയതല്ലാത്തൊരു ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പ് ഞാൻ ആദ്യം ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ വേറൊരു കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് പുതിയൊരു നല്ലൊരു മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഈ ഒരു ചെരുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നനക്കാനും അതുപോലെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നൊരു ചെരുപ്പാട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നല്ലൊരു ചെരുപ്പൊക്കെ അടിപൊളിയാക്കി സുന്ദരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒരു ചെരുപ്പ് ആദ്യം ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതാ ഇവിടുന്ന് ഇതിൻ്റെ ഈ ഒരു വാറുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നുള്ള കറക്റ്റ് അളവാട്ടോ. കുറച്ച് ക്യാമറ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, അതാണ് ഇത്ര ക്ലിയർ ഇല്ലാതെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ അളവുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് തന്നെ ആക്കി എടുക്കണേ. എനിക്ക് വേണ്ടി കറക്റ്റ് 8 ഇഞ്ചാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു വീതിയും കൂടിയും എടുക്കാം. ഒരു 1.5 1.25 2ൻ്റെ അടുത്ത് കേട്ടോ. 2 എന്ന് പറയാൻ പറ്റില്ല, 2ൻ്റെ അടുത്താണ്. പിന്നെ വേണ്ടത് ക്യാൻവാസ് ആട്ടോ. നമുക്ക് ഡ്രസ്സിന്മേലൊക്കെ അയൺ ചെയ്തെടുക്കുന്ന ക്യാൻവാസാണ്. ഡ്രസ്സിൻ്റെ നെക്ക് അതുപോലെ നമുക്ക് ഷർട്ടിൻ്റെ കോളറൊക്കെ എടുക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, അതാട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നമുക്ക് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റുന്ന, നെക്കൊക്കെ അടിക്കാൻ പറ്റുന്ന ക്യാൻവാസാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കറക്റ്റ് അളവിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനൊരു നല്ല ഒരു അടിപൊളി ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ പോയപ്പോൾ കിട്ടിയൊരു കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ മേടിച്ചതായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ അതൊരു മിറർ വർക്കാട്ടോ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട്. ത്രെഡ് വർക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു മിറർ വർക്കും കൂടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വീതിയുണ്ട്, അതുകൊണ്ടാട്ടോ ഹാഫ് ഭാഗം എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് 2നും കൂടി ഈ ഒരു ഭാഗം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ നെറ്റിൻ്റെ ആ ഭാഗം കൂടി ഞാൻ കട്ട് കളയുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ലേസ്, ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അതിലേക്ക് ഗ്ലൂ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ഞാനിവിടെ ഈ നെറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് വീതി കറക്റ്റായിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ അളവ് എടുത്തിട്ടുള്ള അതേ കറക്റ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ക്യാൻവാസിലേക്ക് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ 2 ക്യാൻവാസിലേക്ക് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏത് പശയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പശ എടുക്കാം, അതുപോലെ ഫെവിക്കോൾ എടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി കാല് കാണുന്നില്ലേ, എൻ്റെ കുഞ്ഞുവാവയാട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് ആദ്യം ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എൻ്റെ മോനാട്ടോ, അഫി എന്നാണ് വിളിക്കുക, ഷെൻസിൽ ഹഫീസ് എന്നാണ് പേര്. അപ്പോൾ അവനെ എങ്ങനെ അടക്കി ഇരിക്കാൻ പറഞ്ഞിട്ടോ അവൻ ഇരിക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സാകുന്നേ ഉള്ളൂ കേട്ടോ. അതപ്പോൾ കറക്റ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഞാൻ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്ക് ഈ ലൈസ് 2 ക്യാൻവാസിലും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഏത് പശയായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന പശയാണെങ്കിൽ അതാക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അതിന് വരുന്ന ആ വർക്കിൻ്റെ അതേപോലത്തെ ഒരു സ്ക്വയർ, എന്താ പറയുക, സ്ക്വയർ ആയിട്ടുള്ള മിറർ തന്നെയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 2 ഭാഗത്തും 2 ചെരുപ്പുമേലും ഞാനിതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഈ ഒരു ഭാഗം ക്യാൻവാസിൽ ഒട്ടിച്ചിട്ടുള്ള ഈ ക്യാൻവാസ് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചെരുപ്പിൻ്റെ ഭാഗത്തേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിപ്പോൾ പഴയ നമ്മുടെ ആ ചെരുപ്പാണെന്ന് തോന്നില്ലല്ലോ. ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ ക്യാമറയുടെ മുന്നിൽ കാണിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. അത് കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക.